നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറിയത് ചട്ടങ്ങൾ അട്ടിമറിച്ചെന്ന മഹസർ വിവരങ്ങൾ. തിരുവാഭരണം കമ്മീഷണർ മേൽനോട്ടം വഹിക്കണമെന്ന ഉത്തരവ് നടപ്പായില്ല. 2019 കൈമാറിയത് ചെമ്പുപാളിയെന്ന നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ മുൻ പ്രസിഡന്റ് പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചോദ്യമുനയിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സിബിഐ അന്വേഷണം നടത്തട്ടെയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഏത് കാലത്താണ് സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടത് എന്നതിൽ കൃത്യത വരണമെന്നും നടപടിയെടുക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ. പാലക്കാട്ടെ 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ന്യായീകരണവുമായി ആശുപത്രി അധികൃതരും KGMOയെയും. അപൂർവമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട്. മാതാപിതാക്കളെ പഴിചാരി ഡോക്ടർ ജയശ്രീ. സൂപ്രണ്ട് പറഞ്ഞത് പച്ചക്കള്ളമെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത. ഡോക്ടേഴ്സ് കുട്ടിയെ വേണ്ട രീതിയിൽ പരിശോധിച്ചില്ല. നീതി കിട്ടും വരെ പോരാടുമെന്ന നിലപാടിൽ ഉറച്ച് കുടുംബം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക്. വയനാടിന് ധനസഹായം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. കൂടിക്കാഴ്ച മറ്റന്നാൾ. പ്രധാനമന്ത്രിയെ കാണാനും നീക്കം. കഫ് സിറപ്പ് ഉപയോഗിച്ചുള്ള മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നടപടിയെടുപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ക്രമക്കേട് കണ്ടെത്തിയാൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം പരിഗണനയിൽ. മധ്യപ്രദേശിൽ 14 കുട്ടികളുടെ മരണത്തിന് കാരണമായ കോൾഡ്രിഫ് മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണി അറസ്റ്റിൽ. സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട്ടിലെ ശ്രീസൺ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ കേസെടുത്തു. ലഹരിക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖർ. വിതരണ ശൃംഖലകൾ കണ്ടെത്തി ഇല്ലാതാക്കുമെന്നും DGP 24നോട്. ലഹരിക്കെതിരായ സന്ദേശമുയർത്തി SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ. 24ന്റെ ദൌത്യം രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധി നീങ്ങുന്നു. വിതരണക്കാർക്ക് നാളെ പണം നൽകാൻ DME നിർദ്ദേശം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 11 കോടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് 8 കോടി രൂപയും വിതരണക്കാർക്ക് നൽകും. ഫണ്ട് അനുവദിച്ചത് ഉപകരണം തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ. തിരുവനന്തപുരം വർക്കലയിൽ ഇസ്രയേൽ പൌരന് മർദ്ദനമേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. പ്രതിപ്പട്ടികയിൽ വർക്കല സ്വദേശി നന്ദകുമാർ മാത്രം. വിദേശ പൌരനെ മർദ്ദിച്ചത് 9 അംഗ സംഘമെന്ന് ദൃക്സാക്ഷികൾ. മർദ്ദനത്തിൽ കലാശിച്ചത് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് FIR. 25 കോടിയുടെ തിരുവോണം ബമ്പർ അടിച്ചത് എറണാകുളം നെട്ടൂർ സ്വദേശിനിക്കെന്ന് സൂചന. പേര് വെളിപ്പെടുത്താൻ ഭാഗ്യശാലിക്ക് ആഗ്രഹമില്ലെന്ന് ലോട്ടറി ഏജന്റ് ലതീഷ്. ടിക്കറ്റ് നാളെ ബാങ്കിൽ ഹാജരാക്കും. ജേതാവിന് താൽപര്യമില്ലെങ്കിൽ പേര് പുറത്തുവിടില്ലെന്ന് ലോട്ടറി വകുപ്പ്. തമിഴ്നാട്ടിൽ വീണ്ടും സർക്കാർ ഗവർണർ വാക്പോര്. സർക്കാരിന്റെ തമിഴ്നാട് ജയിക്കും ക്യാമ്പയിനെതിരെ ഗവർണർ RN രവി. നിങ്ങൾ ആരോടാണ് പൊരുതുന്നതെന്ന് ഗവർണറുടെ ചോദ്യം. അധികാരത്തിനപ്പുറത്തേക്ക് കടന്നുകയറുന്ന ഗവർണർമാർക്കെതിരെയാണ് പോരാട്ടമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മറുപടി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്നവരെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ സുപ്രീംകോടതിയിൽ. ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ നാളെ സുപ്രീംകോടതി പരിഗണിക്കും. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും KSRTC ബസ് തടഞ്ഞ കേസ് തിരുവനന്തപുരം കന്റോൺമെന്റ് CA അട്ടിമറിച്ചതായി ഡ്രൈവർ യദു 24നോട്. സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടും തന്നെ വേട്ടയാടുന്നു. സ്വകാര്യ ബസ് ഓടിച്ച് ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്നും യദു. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിലെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സണ്ണി പിടിയിൽ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നാണ് സണ്ണിയെ പോലീസ് പിടികൂടിയത്. കൊലപാതകത്തിനു മുൻപ് സണ്ണി ക്വാർട്ടേഴ്സിലെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24ന്. മൂന്നാറിൽ വിനോദസഞ്ചാരികളെ കല്ലുകൊണ്ട് തലക്കടിച്ച പ്രതികൾ റിമാൻഡിൽ. പള്ളിവാസലിലെത്തിയ തമിഴ്നാട് സ്വദേശികളായ 3 പേർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22-ന് ശബരിമലയിൽ ദർശനം നടത്തും. 24 വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ബീഹാറിൽ SIR നടപ്പാക്കിയത് നിയമപരമായി. നവംബർ 22-ന് മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നും ഗ്യാനേഷ് കുമാർ. ഒരു ബൂത്തിൽ 1200-ലധികം വോട്ടർമാർ ഉണ്ടാകില്ല. 100% വെബ്കാസ്റ്റിംഗ് നടപ്പിലാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ.
കരൂർ ദുരന്തത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ടി.വി.കെ നേതാക്കൾ സുപ്രീംകോടതിയിൽ. എൻ ആനന്ദും സി.ടി. നിർമ്മൽകുമാറും സുപ്രീംകോടതിയെ സമീപിച്ചത് മദ്രാസ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ ദുരന്തം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കരൂരിൽ. വയനാട് മുള്ളൻകൊല്ലി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചന്റെ വീട്ടിൽ മദ്യവും തോട്ടകളും കൊണ്ടുവച്ച കേസിൽ കസ്റ്റഡിയിലായ കോൺഗ്രസ് നേതാവ് അനീഷ് മാമ്പിള്ളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുടകിലെ കുശാൽ നഗറിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം ആലുവയിൽ 1.5 കിലോ ആംബർ ഗ്രീസ് പിടികൂടി. വിപണിയിൽ 1.5 കോടി വില മതിക്കുമെന്ന് വനംവകുപ്പ്. ആംബർ ഗ്രീസ് വാങ്ങാനെത്തിയവർ അടക്കം 5-അംഗ സംഘം പിടിയിൽ. പ്രകാശ് രാജ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാൻ. സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 128 സിനിമകളാണ് അവാർഡിനെത്തിയത്. നാളെ രാവിലെ സ്ക്രീനിംഗ് ആരംഭിക്കും. മുസ്ലിം ലീഗിനെതിരെ വിവാദ പ്രസ്താവനയുമായി CPIM നേതാവ് ഡോക്ടർ പി സരിൻ. ജനിച്ച മതം നോക്കി ഏതോ സ്വർഗത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ലീഗുകാർ എന്ന് പരാമർശം. CPIM പാലക്കാട് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ മാർച്ചിലായിരുന്നു പ്രതികരണം. വിമാന കമ്പനികൾക്ക് സുപ്രധാന നിർദ്ദേശവുമായി DGCA. ഉത്സവ സീസണുകളിലെ നിരക്ക് വർധനവ് നിയന്ത്രിക്കാൻ കൂടുതൽ സർവീസുകൾ വിന്യസിക്കാൻ നിർദ്ദേശം. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് വിമാന കമ്പനികൾ കൂടുതൽ സർവീസുകൾ വിന്യസിക്കും. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം ബംഗാൾ സന്ദർശിക്കും. BLOമാരുടെ നിയമനത്തിനെതിരായ പരാതി കമ്മീഷൻ പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്യജീവി ആക്രമണങ്ങൾ ബാധിക്കുമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. വീണ്ടും മത്സരിക്കുന്ന കാര്യം പാർട്ടി പറഞ്ഞാൽ ആലോചിക്കുമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതായി തോന്നുന്നില്ലെന്നും AK ശശീന്ദ്രൻ. കൊല്ലം പാവുമ്പ ഷാപ്പുമുക്കിൽ മദ്യലഹരിയിൽ വടിവാൾ വീശി ഭീതി സൃഷ്ടിച്ച അക്രമി സംഘം. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ആയുധമായുള്ള ഭീഷണിയിലേക്ക് കടന്നത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കോഴിക്കോട് ഒളവണ്ണയ്ക്ക് സമീപം ഇരിങ്ങല്ലൂരിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 2.5 വയസ്സുകാരന് നേരെ തെരുനായയുടെ ആക്രമണം. ഇരിങ്ങല്ലൂർ സ്വദേശി മിത്തൽ ജാഫറിന്റെ മകൻ മുഹമ്മദ് അസ്ബീനാണ് പരിക്കേറ്റത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VCമാരെ നിയമിക്കാൻ നടപടിക്രമം തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഈ മാസം 8 മുതൽ 16 വരെ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാൻ 60ഓളം പേർക്ക് നോട്ടീസ് നൽകി. അഭിമുഖം നടത്തുന്നത് സുപ്രീംകോടതി നിർദ്ദേശിച്ച സെർച്ച് കമ്മിറ്റി. ഭരണത്തിലെത്തി 9.5 വർഷം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ അയ്യപ്പനോട് വല്ലാത്ത സ്നേഹമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ മറുപടി പറയേണ്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരക്ഷരം മിണ്ടുന്നില്ലെന്നും അടൂർ പ്രകാശ്. കാസർഗോഡ് കുമ്പളയിൽ പലസ്തീൻ ഐകദാർഢ്യം പ്രമേയമാക്കി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം തടഞ്ഞ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് കൈമാറി. കലോത്സവം തടസ്സപ്പെടുത്തിയതിൽ അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ട്. ഈ വർഷത്തെ വയലാർ അവാർഡ് എഴുത്തുകാരനി സന്തോഷ് കുമാറിന്. പുരസ്കാരം തപോമയിയുടെ അച്ഛനെന്ന നോവലിന്. അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ പ്രമേയമായ നോവൽ അടുത്ത കാലത്തുണ്ടായ മികച്ച കൃതിയെന്ന് ജൂറി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയ അവാർഡ് ഈ മാസം 27-ന് സമ്മാനിക്കും. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. പാലക്കാട് ഒറ്റപ്പാലത്ത് കാറിടിച്ച് വയോധികൻ മരിച്ചു. പാലപ്പുറം മാപ്പേപ്പുറം സ്വദേശി ശിവശങ്കരനാണ് മരിച്ചത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 6 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്നെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. കരുനാഗപ്പള്ളി വിഭാഗീയത അവസാനിപ്പിക്കാൻ CPIM. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തും. 10 മാസം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ എല്ലാ പാർട്ടി കമ്മിറ്റികളും വിഭാഗീയതയെ തുടർന്ന് പിരിച്ചുവിട്ടത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു പുതുപ്പള്ളി സാധു എന്ന ആന വീണ്ടും സജീവമാകുന്നു. ആനയെ പുതുപ്പള്ളി പള്ളിയിലെത്തിച്ചു. തൃശൂരിൽ വീണ്ടും ATM കവർച്ചാശ്രമം. പൂങ്കുന്നത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATMലാണ് കവർച്ചാശ്രമമുണ്ടായത്. അലാം മുഴങ്ങിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം കോവളത്ത് ലഹരിയുമായി സഹോദരങ്ങൾ പിടിയിലായത് ശ്രീകാര്യം സ്വദേശികളായ സാബു, രമ്യ എന്നിവർ.
അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യൻ മേഖലയിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് നൽകുന്ന പ്രമുഖ പുരസ്കാരങ്ങൾ കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡന്റ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി MA എഞ്ചിനീയറിംഗ് കോളേജിനെ രാജ്യത്തെ മികച്ച സ്റ്റുഡന്റ് യൂണിറ്റായി തെരഞ്ഞെടുത്തു. യൂണിറ്റിന് നേതൃത്വം നൽകിയ ഡോക്ടർ ബോബിൻ ചെറിയാൻ ജോസിനെ മികച്ച അധ്യാപകനായും തെരഞ്ഞെടുത്തു. തുടർച്ചയായി 3-ാം തവണയാണ് മാർ അത്തനേഷ്യസ് കോളേജിന്റെ നേട്ടം. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി 30-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൈരളി കാവ്യരത്ന പുരസ്കാരം മലപ്പുറം സ്വദേശിയായ യുവ കവയിത്രി സൗദ CT ഏറ്റുവാങ്ങി. മൂന്നാറിൽ നടന്ന ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP, മുൻ MLA AK മണി, ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് തോട്ടപ്പള്ളി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. PV സാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് K മാധവന്. നിലവിൽ ഡിസ്നി ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഉപദേശകനാണ് K മാധവൻ. ദൃശ്യ മാധ്യമ രംഗത്തെ സംഭാവനകൾക്കാണ് പുരസ്കാരം. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ ചെയർമാനും ഡോക്ടർ CK രാമചന്ദ്രൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട് എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഒക്ടോബർ 21-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം വിതരണം ചെയ്യും. ദേശീയപാതാ നിർമ്മാണ നിരോധന ഉത്തരവിനെതിരെ സമരം ശക്തമാക്കാൻ സംയുക്ത സമരസമിതി നാളെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിക്കും. ആലപ്പുഴ പുന്നപ്ര മാർക്കറ്റിൽ KSRTC ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. പുലർച്ചെയാണ് അപകടമുണ്ടായത്. യാത്രക്കാർക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. UDFന്റെ ബഹിഷ്കരണ ആഹ്വാനം തള്ളി മലപ്പുറം മംഗലം പഞ്ചായത്ത് വികസന സദസ്സ് നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. മുസ്ലിം ലീഗ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിന് KT ജലീൽ MLAയുമായി അന്തർധാരയുണ്ടെന്ന് കോൺഗ്രസ് മംഗലം പ്രസിഡന്റ് AK സലീം. കോഴിക്കോട് രാമനാട്ടുകരയിൽ നിർത്തിയിട്ട ടൂറിസ്റ്റ് ബസിന് പുറകിൽ കാറിടിച്ച അപകടം. അപകടത്തിൽ കാർ യാത്രികരായിരുന്ന 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് പരിക്ക്. മലപ്പുറം മങ്കട ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ കായികാധ്യാപകനെ മർദ്ദിച്ച സംഭവത്തിൽ 4 വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. പരിയാപുരം സെയിന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസ്. തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ. നെടാമ്പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രവർത്തനം തടസ്സപ്പെട്ട വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഫാക്ടറി വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നു. മലബാർ മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ ബ്രഹ്മഗിരി സൊസൈറ്റിയും സെഡാർ ഗ്രൂപ്പും ധാരണയായി. കാസർഗോഡ് കരിന്തളത്ത് വയോധികനെ അയൽവാസി തലക്കടിച്ചു കൊന്നു. കുമ്പളപ്പള്ളി സ്വദേശി കണ്ണനാണ് മരിച്ചത്. അയൽവാസിയായ ശ്രീധരനാണ് വടികൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ പുലി ഇറങ്ങിയെന്ന സംശയം. പയ്യനിടത്ത് മേഖലയിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചു. പ്രധാന അറിയിപ്പുകൾ. പാലക്കാട് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. HSS അറബിക് വിഭാഗത്തിലേക്കാണ് ഒഴിവ്. കൂടിക്കാഴ്ച 8-ന് രാവിലെ 11-ന്. സംസ്ഥാന യുവജന കമ്മീഷൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 8-ന് കോഴിക്കോട് IHRD കോളേജിലാണ് മത്സരം. യുവജന കമ്മീഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ചെസ് മത്സരം നാളെ. നിരവധി ടീമുകൾ പങ്കെടുക്കും. ദേശീയ വാർത്തകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഇന്ത്യയിലേക്ക് ഒക്ടോബർ 8-9 തീയതികളിലാണ് കിയറിന്റെ ഇന്ത്യൻ സന്ദർശനമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. കനത്ത മഴയിൽ വടക്കൻ ബംഗാളിൽ വ്യാപക നാശനഷ്ടം. 14 മരണം. നിരവധി റോഡുകൾ തകർന്നു. ഡാർജിലിംഗും സിക്കിമും ഒറ്റപ്പെട്ടു. രക്ഷാപ്രവർത്തനം തുടരുന്നു. തെലങ്കാനയിലെ ജൂബിലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസും BJPയും. ഭാരത് രാഷ്ട്ര സമിതി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആഭ്യന്തര കലഹങ്ങളും നേതാക്കൾക്കിടയിലെ ഏകോപനമില്ലായ്മയുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിന് പിന്നിലെ കാരണമെന്ന് റിപ്പോർട്ട്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് ലഡാക്ക് പ്രക്ഷോഭ നേതാവ് സോനം വാങ്ചുക്. സംസ്ഥാന പദവിക്കും 6-ാം ഷെഡ്യൂളിനും വേണ്ടിയുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജയിലിൽ നിന്ന് സന്ദേശം. സമാധാന ചർച്ചകൾ ഫലം കണ്ടെന്ന് ലഡാക്ക് ഭരണകൂടം. കസ്റ്റഡിയിലെടുത്ത 30 പേരെ വിട്ടയച്ചു. ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ ഈ മാസം 10-ന് ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. വിഷം കൊടുത്തു കൊന്നതാകാമെന്ന മൊഴിയുടെ സത്യാവസ്ഥ കണ്ടെത്തുമെന്നും അസം മുഖ്യമന്ത്രി.
ഫോട്ടോ പകർത്തിയ ശേഷം രോഗിക്ക് നൽകിയ ബിസ്ക്കറ്റ് തിരികെ വാങ്ങുന്ന BJP നേതാവിന്റെ വീഡിയോ ചർച്ചയാകുന്നു. രാജസ്ഥാനിലെ ജയ്പൂരിലെ RUHS ആശുപത്രിയിലാണ് സംഭവം. BJP സംഘടിപ്പിച്ച സന്നദ്ധ സേവന ക്യാമ്പായ BJP സേവാ പക്വാഡയുടെ ഭാഗമായാണ് നേതാക്കൾ ആശുപത്രിയിലെത്തിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓസ്ട്രേലിയയിലേക്ക് ഈ മാസം 7 മുതൽ 10 വരെയാണ് സന്ദർശനം. 14 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബഹ്റായിച്ചിൽ ചെന്നായ ആക്രമണത്തിൽ കുട്ടികളടക്കം 6 പേർ മരിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. 4 ചെന്നായ്ക്കളുടെ കൂട്ടമാണ് ആക്രമണം നടത്തിയതെന്ന് DFO പറഞ്ഞു. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി അജ്ഞാത ഡ്രോണുകൾ. ഛത്തർപൂർ എന്ന ഗ്രാമത്തിലാണ് അജ്ഞാത ഡ്രോണുകൾ സ്ഥിരമായി വട്ടം കറങ്ങുന്നത്. ഡ്രോണുകൾ കണ്ട് പേടിച്ചോടിയ കുട്ടികൾക്ക് നിലത്ത് വീണ് പരിക്കേറ്റു. ഉത്തർപ്രദേശിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. തെളിവുകൾ നശിപ്പിക്കാനായി മൃതദേഹം ദഹിപ്പിച്ചെന്ന പോലീസ്. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസ്. ഇനി രാജ്യാന്തര വാർത്തകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം അവഗണിച്ച് ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഗസയിലെ വെടിനിർത്തലിൽ നാളെ ഈജിപ്തിൽ നിർണായക ചർച്ച. ട്രംപിന്റെ 20 സമാധാന പദ്ധതി ചർച്ച ചെയ്യും. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകനായ ജെറഡ് കുഷ്നറും പങ്കെടുക്കും. ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധി സംഘങ്ങളും ചർച്ചയ്ക്കെത്തും. ഇസ്രായേൽ കസ്റ്റഡിയിലുള്ള ഗ്രേറ്റ തൻബർഗിന് നേരെ മോശം പെരുമാറ്റമുണ്ടായെന്ന റിപ്പോർട്ട്. ഗസയ്ക്ക് സഹായവുമായി പോയ ഫ്ലോട്ടില കപ്പൽ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് സംഭവം. അറബിക്കടലിൽ തുറമുഖം നിർമ്മിക്കുന്നതിനായി പാകിസ്ഥാൻ അമേരിക്കയെ ക്ഷണിച്ചതായി റിപ്പോർട്ട്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ ഉപദേഷ്ടാക്കൾ US ഉദ്യോഗസ്ഥരെ സമീപിച്ചതായാണ് വിവരം. അമേരിക്ക H-1B വിസയ്ക്ക് വാർഷിക ഫീസ് ഏർപ്പെടുത്തിയതിനു പിന്നാലെ K വിസ അവതരിപ്പിച്ച ചൈന. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കാണ് മുൻഗണന. അപേക്ഷകർ ചൈനീസ് സർവകലാശാലകളിൽ നിന്നോ മറ്റ് വിദേശ സർവകലാശാലകളിൽ നിന്നോ ബിരുദം നേടിയവരായിരിക്കണം. ബന്ദികളെ വിട്ടയക്കുന്ന കാര്യം ഇസ്രയേലി മധ്യസ്ഥ സംഘം തീരുമാനിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യവും അമേരിക്കയുടെ 20 കരാറിലുണ്ടെന്നും നെതന്യാഹു. ഗസയുടെ അധികാരവും നിയന്ത്രണവും വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചാൽ ഹമാസ് പൂർണ്ണമായ ഉന്മൂലനം നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രതികരണം CNN നൽകിയ അഭിമുഖത്തിൽ സമാധാനത്തിന്റെ കാര്യത്തിൽ ഹമാസിന് ആത്മാർത്ഥതയുണ്ടോ എന്ന് വൈകാതെ വ്യക്തത വരുമെന്നും ട്രംപ്. ബ്രിട്ടനിൽ ഈസ്റ്റ് സസെക്സിലെ പീസ് ഹാവനിലെ മുസ്ലിം പള്ളിക്ക് തീയിട്ടു. ഇന്ത്യൻ സമയം പുലർച്ചെ 2:20 സംഭവം. 2 പേരാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ്. ആർക്കും പരിക്കില്ല. യുക്രൈനിലെ സുമി റെയിൽവേ സ്റ്റേഷന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു. 30 പേർക്ക് പരിക്ക്. സാധാരണക്കാർക്ക് നേരെയുണ്ടായ ആക്രമണം കാടത്തമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമീർ സെലൻസ്കി. വ്യാജ പാർട്ട് ടൈം തൊഴിൽ പരസ്യങ്ങളെ കരുതിയിരിക്കണമെന്ന് ദുബായ് പോലീസ്. ഉദ്യോഗാർത്ഥികളെ ഇത്തരം സംഘങ്ങൾ കബളിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നിർദ്ദേശം. സിറിയയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ബാഷർ അൽ അസദ് സർക്കാരിന്റെ പതനത്തിന് ശേഷം നിലവിൽ വന്ന അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത്. വോട്ടെണ്ണൽ പുരോഗമിക്കും. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ക്യാഷ് ഓൺ ഡെലിവറിയിൽ അധിക പണം ഈടാക്കുന്നതിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര സർക്കാർ. ഒരേ സാധനത്തിന് 2 തരം പേയ്മെന്റിൽ 2 തരം വില ശരിയാണോ എന്നാണ് പരിശോധന. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രതികരിച്ചു. മലയാളി ശതകോടീശ്വരന്മാരിൽ ജോയ് ആലുക്കാസ് ഏറ്റവും മുന്നിൽ. ആസ്തി $6.7 ബില്യൺ എന്ന റിപ്പോർട്ട്. ലുലു ഗ്രൂപ്പിന്റെ തലവനായ MA യൂസഫ് അലിയാണ് മലയാളി ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്ത്. $5.4 ബില്യൺ ആസ്തി. രാജ്യത്ത് വിപണിയിലെത്തുന്ന സ്മാർട്ട് ഫോണുകളിൽ 87% വരെ 5G സൗകര്യങ്ങളുള്ള ഫോണുകളാണെന്ന് പഠനം. ഡേറ്റ അനാലിസിസ് കമ്പനിയായ കൗണ്ടർ പോയിന്റിന്റെ ഗവേഷണ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. രാജ്യത്തെ കുപ്പിവെള്ള വിപണിയിലേക്ക് കടക്കാൻ മുകേഷ് അംബാനി. വില കുറച്ച് കുപ്പിവെള്ളം വിപണിയിലെത്തിക്കാനാണ് ശ്രമമെന്ന് കമ്പനി വൃത്തങ്ങൾ.
പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടറായി സൗമിത്ര പി ശ്രീവാസ്തവ ചുമതലയേറ്റു. കമ്പനിയുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജി വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കായിക വാർത്തകൾ. പാലസ്തീനിയൻ അഭയാർത്ഥികൾക്ക് സ്റ്റേഡിയത്തിൽ സ്വീകരണമൊരുക്കി ലാ ലീഗ ക്ലബ്ബ്. അത്ലറ്റിക്കോ ബിൽബാവോയാണ് ഔദ്യോഗികമായി പാലസ്തീനിയൻ അഭയാർത്ഥികൾക്ക് ആദരമൊരുക്കിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ത്രില്ലർ പോരിൽ ലിവർപൂളിനെ മലർത്തിയടിച്ച് ചെൽസി. 1-2 ഗോളിനാണ് നീലപ്പടയുടെ ജയം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ആഴ്സണലിനും ജയം. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് യുണൈറ്റഡ് സണ്ടർലാൻഡിനെയും ആഴ്സണൽ വെസ്റ്റ് ഹാമിനെയും പരാജയപ്പെടുത്തി. പാലസ്തീനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ വീണ്ടും പ്രതികരണവുമായി മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗ്വാഡിയോള. എല്ലാം കണ്ടിട്ടും മൗനം നടിക്കുന്ന ഭരണകൂടങ്ങൾ എതിർക്കപ്പെടണമെന്നും ഗ്വാഡിയോള പറഞ്ഞു. ഹോം സീരീസിൽ അശ്വിന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് വൈകാരികമായി പ്രതികരിച്ച് രവീന്ദ്ര ജഡേജ. അശ്വിനില്ലാത്തത് ഇന്ത്യൻ ടീമിൽ വലിയ വിടവാണെന്നും ജഡേജ. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. 2021 കർണാടക ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. രഘു KMന്റെ ദൊഡ്ഡഹട്ടി ബോറേഗൌഡ ആണ് മികച്ച ചിത്രം. ചാർലി 777 എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രക്ഷിത് ഷെട്ടി മികച്ച നടനും, മ്യൂട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അർച്ചന ജോയ്സ് മികച്ച നടിക്കുമുള്ള അവാർഡ് നേടി. നടി ഇഷ തൽവാർ തൃശൂരിൽ കളരി പരിശീലിക്കുന്നു. ചാവക്കാടുള്ള ശ്രീനാരായണ ഗുരു സ്മാരക വല്ലഭട്ട കളരി സംഘത്തിലാണ് ഇഷ തൽവാർ കളരി പരിശീലിക്കുന്നത്. കാന്താരയുടെ വിജയം ആഘോഷിക്കാൻ ജയസൂര്യയുടെ വീട്ടിലെത്തി ഋഷഭ് ഷെട്ടി. ജയസൂര്യയും കുടുംബവും കേക്ക് മുറിച്ച് കാന്താരയുടെ വിജയം ആഘോഷിച്ചു. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്ത ചിത്രം പരം സുന്ദരി OTTയിലേക്ക് ഓഗസ്റ്റ് 29 റിലീസ് ചെയ്ത ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഒക്ടോബർ 24 സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സൂപ്പർ ഹിറ്റ് ചിത്രം മിറൈ OTTയിലേക്ക് ഒക്ടോബർ 10 മുതൽ മിറൈ സ്ട്രീമിംഗ് ആരംഭിക്കും. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സിനിമ സ്ട്രീം ചെയ്യാനൊരുങ്ങുന്നത്. ഇന്ത്യയെ ആക്രമിക്കാൻ ചൈന വന്നാൽ ചൈനയെ പിന്തുണയ്ക്കുമെന്ന് സോനം വാങ്ചുക് പറഞ്ഞതായ ഒരു വീഡിയോ പ്രചരിക്കുന്നു. മറ്റൊരു വീഡിയോ വാങ്ചുക് പറയുന്ന ഭാഗമായാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പ്രചരിക്കുന്നത് വ്യാജ വീഡിയോ. നാളെ അറിയാൻ. കണ്ണൂർ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. ട്രാക്ക് നവീകരണ പ്രവൃത്തികൾക്കായി കൊവ്വപ്പുറം കുന്നനങ്ങാട് റെയിൽവേ ഗേറ്റ് നാളെ അടച്ചിടും. രാവിലെ 8 മണി മുതൽ ഒക്ടോബർ 8 രാത്രി 11 മണി വരെ റെയിൽവേ ഗേറ്റ് അടച്ചിടും. എറണാകുളം മൊക്കൽ പഞ്ചായത്ത് 16-ാം വാർഡിലെ നമ്പിള്ളി പെരുമാറ്റം റോഡിൽ അപ്രോച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനാൽ നാളെ ഗതാഗത നിയന്ത്രണം 15 ദിവസത്തേക്ക്. മലപ്പുറം പെരിന്തൽമണ്ണ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഫുഡ് ടെക്നോളജി വിഭാഗം സംഘടിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റ് നാളെ. ഫെസ്റ്റിൽ ഇന്റർ കോളേജ് ലെവൽ ഫുഡ് ഫെസ്റ്റിവലിൽ വിവിധ കോളേജുകൾ പങ്കെടുക്കും. കൊച്ചി കോർപ്പറേഷനിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ഒഴിവ്. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 കോർപ്പറേഷൻ ഓഫീസിൽ. 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.